പത്തനംതിട്ടയുടെ രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലങ്ങളിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ടാണ് തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമ എൻ രാജുവിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ ഉന്നയിക്കപ്പെട്ട 2 കോടി രൂപയുടെ സാമ്പത്തിക ആരോപണവും ശബരിമല തന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ED നടത്തിവരുന്ന അന്വേഷണവും ചേരുമ്പോൾ ഈ വിഷയം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രീയ തട്ടിപ്പുകളിൽ ഒന്നായി മാറുകയാണ്. നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ രാജു നേരിട്ട് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് ആന്റോ ആന്റണി പലതവണ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും പ്രചാരണ ആവശ്യങ്ങൾക്കായി 2 കോടി രൂപ പലിശയ്ക്ക് കൈപ്പറ്റിയെന്നുമാണ് രാജു വെളിപ്പെടുത്തുന്നത്. വെറും 2 മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന് പറഞ്ഞാണ് തുക കൊണ്ടുപോയത്. എന്നാൽ 7 വർഷം കഴിഞ്ഞിട്ടും കേവലം 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയത്. സാധാരണക്കാരായ നിക്ഷേപകർ വിയർപ്പൊഴുക്കി സമ്പാദിച്ച തുകയാണ് MP നൽകിയതെന്നും ഈ വിവരം അന്വേഷണ ഏജൻസികളായ EDക്കും ക്രൈംബ്രാഞ്ചിനും ഔദ്യോഗികമായി കൈമാറിയിട്ടുണ്ടെന്നും രാജു വ്യക്തമാക്കി. ഈടൊന്നും വാങ്ങാതെയാണ് MP പണം നൽകിയതെന്ന വെളിപ്പെടുത്തൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ എങ്ങനെ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് വഴിവെക്കുന്നു എന്നതിന്റെ തെളിവാണ്.